ശശി തരൂർ വളരെ കാര്യമായി കേരളത്തിൽ ദേശീയ തലത്തിൽ ഒരു പദവി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം അർഹനുമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശശി തരൂർ ഒരു തരത്തിലും മോശപ്പെട്ട രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ പദവി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാദം ഉന്നയിക്കുന്നതിനെയും എനിക്ക് അംഗീകരിക്കാനാവും. പക്ഷേ അത് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പറയണം, എല്ലാവരെയും പറയണം, എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കണം. BJPക്ക് വേണ്ടി വിടുപണി എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഇന്ത്യയിലെ മുഴുവൻ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെയും കുറ്റപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ നിരത്തുന്ന ഒരു ലേഖനം എത്ര മനോഹരമായാലും, എത്ര മനോഹരമായ വാക്കുകൾ കൊണ്ട് അതിനെ കൂട്ടിയൊരുക്കിയാലും അത് ചവറ്റുകുട്ടയിലുള്ള കിടക്കേണ്ട വിലയേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങളുടെ കണ്ണ് ശരിയാണെങ്കിൽ നിങ്ങൾ BJPയെക്കുറിച്ചും പറയണം. അപ്പോൾ കഷ്ണം കിട്ടില്ലല്ലോ, ഡൽഹിയിൽ നിന്ന് എറിഞ്ഞു തരുന്ന എല്ലിൻ കഷ്ണം കിട്ടില്ലല്ലോ. അതിനുവേണ്ടി നിൽക്കുന്ന ഒരു തരംതാണ രാഷ്ട്രീയക്കാരനായി ശശി തരൂർ അധപ്പതിച്ചു പോയില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ലേഖനം എഴുതി വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ എഴുതാനുള്ള ശേഷി, പ്രസംഗിക്കാനുള്ള പാടവം ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെയൊക്കെ മനുഷ്യർ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കോൺഗ്രസിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ലെന്ന വാദം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള സത്യസന്ധത നിങ്ങൾ പുലർത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ശശി തരൂരിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും, പക്ഷേ അതിന് അദ്ദേഹം ഉന്നയിച്ച കാരണവും മനസ്സിലാവും. പക്ഷേ പറയുമ്പോൾ അർത്ഥസത്യങ്ങൾ മാത്രം പറയരുത്. അത് ഒരു വ്യക്തി എന്ന നിലയിലും, ഒരു എഴുത്തുകാരൻ നിലയിലും, ഒരു രാഷ്ട്രീയക്കാരൻ നിലയിലും നിങ്ങൾക്ക് ഒട്ടും ഭൂഷണമല്ല.